ഇന്നലല്ല മിനിഞ്ഞാന്ന് ഞാൻ ഈ ഫിഷിൻ്റെ ഡബ്ബ ഇന്നലത്തെ വീഡിയോയിലാണ് തോന്നുന്നത് ആ ഫിഷിൻ്റെ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ മീൻ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാത്തിലും മീനാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബ്രൗണിലാക്കിയിട്ടുണ്ട്. എല്ലാത്തിലും ഡിഫറെൻറ്റ് ടൈപ്പ് മീനാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇന്നലെ കൊണ്ടുവന്നതാണ് ഇത്. എല്ലാ മീനുകളും നല്ല രസമുണ്ട് കേട്ടോ. ഇതിൽ രണ്ട് ഓറഞ്ച് കളർ മീനാണ് ഇട്ടിട്ടുള്ളത്. അതിന് ഓരോന്നിൽ ടൈപ്പ് വ്യത്യസ്ത ഡിഫറൻസ് ആയിട്ടുള്ളതാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തതിൽ ഞാൻ കാണിച്ചുതരാം. അടുത്തതിൽ ഇതിങ്ങനെ നിങ്ങൾക്ക് വെള്ളത്തിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ടാവില്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അടുത്തത് ഇതിൽ മീൻ കുടുങ്ങി കിടന്നിട്ടോ വീഡിയോ എടുക്കണമെന്ന് കണ്ടപ്പോൾ മീനിനൊരു മാറ്റം കൈസ്. അപ്പോൾ ഞാൻ ഫ്ലാഷ് അടിച്ചിട്ടുണ്ടോ മീനിനെ കാണാൻ വേണ്ടിയിട്ട്, എന്നാലല്ലേ നമ്മൾ കാണുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്കും കാണൂലല്ലോ. അതങ്ങനെ ഇത് കണ്ടാണെങ്കിൽ നല്ല രസമല്ലേ ഈ മീൻ നമ്മൾ ഫ്ലാഷിൻ്റെ വെളിച്ചത്തിൽ കണ്ടങ്ങനെ കാണാൻ പറ്റണം, നല്ല രസമല്ലേ കണ്ടിട്ട്. അപ്പോൾ ഇതൊക്കെ ഇത് ഇനി അതിൽ പോയിട്ട് കുടുങ്ങൂട്ടാ. അപ്പോൾ ഇങ്ങോട്ട് എത്രയായിട്ടും വരൂല കേട്ടോ. വെളിച്ചടിച്ചിട്ട് പേടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിരിക്കട്ടോ. എന്നിട്ട് അതിനെ അവിടെ നിന്ന് ഇളക്കി വിട്ട് മോളെ. അപ്പോൾ പിന്നെ ജസ്റ്റ് പിന്നെയും എന്താ പറയല് പിന്നെ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇളക്കിയപ്പോഴാണ് പിന്നെ ഒന്നും കൂടെ വരുന്നത്, അതിൻ്റെ ഉള്ളിൽ നിന്ന് പാഞ്ഞ് വരുന്നത്. അപ്പോൾ മോളത് ഇളക്കിയിട്ടാണ് ഞാൻ കാണിച്ചുതരാം. കാണിച്ചിരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് 3 ഇപ്പോൾ 4 ഇന്നലെ മീൻ കൊണ്ടുവന്ന് നിറച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താ ഇനിയിപ്പോൾ അത് വലുതായിട്ടൊക്കെ വേണം, പക്ഷേ അതിനുള്ള തീറ്റയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 പിന്നെ അങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തീത്ത മീൻ ഇത് കണ്ടില്ല, അടുത്തീത്താണിത്. ഇത് കണ്ടാണ്, ഇത് മറ്റീത്താട്ടാ. ഞാനിങ്ങനെ അതിനെ ഇളക്കാൻ വേണ്ടിയിട്ട് ടോർച്ചടിച്ച് കൊണ്ട് നിൽക്കാട്ടാ ഫോണത്തെ. പക്ഷെ എത്രയായിട്ട് ഇളകണില്ല അത്. എത്ര ഞാൻ കുറേ നോക്കി, പക്ഷെ ഇളകണേ ഇല്ല ചെയ്തിട്ട്. ഇതപ്പോഴാണ് ഇളകി പോകുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇനി വെള്ളത്തിൽ നമ്മൾ ടോർച്ച് അടിച്ചിട്ടുള്ള എഫക്റ്റ് നോക്കി നിങ്ങൾ. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്, നല്ല രസമല്ലേ വെള്ളത്തിൽ വെളിച്ചടിച്ചിട്ടുള്ള എഫക്റ്റ്. അപ്പോൾ അടുത്തീത്തതുണ്ട്, അടുത്തീത്ത മീൻ ഇതാണ്. ഇതൊക്കെ വേറെ കളറ്, വേറെ ഐറ്റംസ് ഇത് കണ്ടാണ്. പിന്നെ മറ്റീൽ 2 ബ്ലാക്ക് ഉണ്ടാവും, ബ്ലാക്കാണ് 2 ബ്ലാക്കാണ് ഇട്ടിട്ടുള്ളത്. ഇത് നല്ല രസമല്ലേ മീൻ. 2 ഓറഞ്ച്, 2 ബ്ലാക്ക്. പിന്നെ ഇതിന് 2 കുട്ടികളുണ്ട് മറ്റുള്ള 2 ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നല്ല രസമുള്ള മീനുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ നല്ല അടിപൊളി രസമുള്ള മീൻ ഉണ്ട്. പക്ഷെ എനിക്ക് ഇതിൽ 3 ഈ ഒരു ഇതുണ്ട് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത്. ഈ ഒരു ഡിസൈൻ ചെയ്ത് ഈ ഒരു ചട്ടിയാട്ടാ ഇഷ്ടമായത്. കാരണം അത്രയ്ക്ക് രസമുണ്ട്. പായലൊക്കെ ഇട്ടിട്ടും പായലിൻ്റെ ഭംഗിയൊക്കെ നിങ്ങൾ നോക്കി വെള്ളത്തിൽ കിടക്കുന്നത്. അപ്പോൾ ഇതിൽ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ചട്ടിയാണ്, വെച്ചുകളായിട്ടും ഇഷ്ടപ്പെട്ട ചട്ടിയാണിത്. കാരണം ഇതിൽ നല്ല ഡെക്കറേറ്റ് ആക്കി ഇതിൽ നല്ല രസമുള്ള മീനിനെ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഞാനിങ്ങനെ കാണിച്ചിട്ട് കേട്ടോക്കി ഈ മീനിൻ്റെ കളറ് നല്ല രസമുണ്ട്. 2 ഉണ്ട്, നല്ല രസത്തിലുള്ള കളറാണ്. ഒരു ഓറഞ്ച് കളറിലുള്ള നമ്മളിപ്പോഴത്തെ കളറില്ല, ഒരു ബ്രിക്ക് ഓറഞ്ചൊക്കെ അങ്ങനത്തെ കളറിലുള്ള മീൻ നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ കണ്ണാണ് ആ 2 വെള്ളമായിട്ട് ഇങ്ങനെ കാണുന്നത്. അപ്പം ഇനി ഒന്നുകൂടി വരാണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഞാൻ കാണിച്ചു തരട്ടെ. അപ്പോൾ വരും. അതിൻ്റെ വാലാണ് ഇങ്ങനെ പരന്ന് പിടിച്ചിട്ടിങ്ങനെ, വാലാണ് അതിൻ്റെ പരന്ന് പിടിച്ചിട്ടാവണത്. അപ്പോൾ ബാക്കി ഇന്ന് 3 പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കൂടി ഉണ്ടിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇടാമെന്ന് വെച്ചത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇത് കൊടുത്തിട്ടുള്ളൂ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ പായലൊക്കെ നല്ല സെറ്റ്, പായലൊന്നും ഇന്നലെ ഇതിലിരുന്നു ചട്ടിയിൽ, അതൊക്കെ ഇപ്പോൾ ഇന്ന് സെറ്റ് ചെയ്തതാണ് പായലൊക്കെ. ഇത് കണ്ടാണ്, ഇതാണ് അതിൻ്റെ മീൻ. ഒന്ന് മഞ്ഞയും പിന്നെ ഇത് നല്ല മഞ്ഞല്ല, ഒരു ആ കാണുന്നത് കണ്ണാണ് കേട്ടോ. അതിൻ്റെ ഒരു വെള്ള ടൈപ്പ് കാണുന്നത് നല്ല ഡ്രസ്സിൽ കളറ്. പിന്നെ നമുക്ക് നമ്മളെ പ്രൊഡക്റ്റിൻ്റെ വീഡിയോയിലോട്ട് കിടക്കുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കിട്ടിയ പ്രൊഡക്റ്റ് കേട്ടോ. ഇതെന്താന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ എന്താണ് ബെൽഡൊക്കെ അലങ്കോലമായി കിടക്കണം ഗൈസ്. അതുകൊണ്ടാണ് പുതപ്പും കാര്യങ്ങളൊന്നും നിർത്തി വെച്ചിട്ടില്ല, അതൊക്കെ മാറ്റി വെച്ചത്. പുതപ്പും കാര്യങ്ങളൊന്നും മടക്കി വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് അതൊക്കെ മാറ്റി വെച്ചത് കേട്ടോ. അപ്പം ഞാൻ കാണിച്ചത് ഇതെന്താന്ന്, ഇത് പോസ്റ്റ് ഓഫീസ് വഴി വന്നത് കേട്ടോ. മിഞ്ഞാന്ന് വന്ന് കിടക്കണ്ട പോസ്റ്റ് ഓഫീസിൽ. അപ്പോൾ ഒരു കൊണ്ടുവന്ന് തന്നിട്ടില്ലായിരുന്നു. മഴ കാര്യങ്ങളായതുകൊണ്ട് ഇപ്പോൾ ഓർഡറുകളൊക്കെ എത്താൻ ലേറ്റായിട്ടാണ് എത്തണത്.
അതുകൊണ്ടാണ് ഞാനും ഡിലേ ആയിട്ടത് വീഡിയോ ആകുമ്പോൾ. അപ്പോൾ കൈ കിട്ടുമ്പോഴേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഞാനിത് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നീളത്തിലുള്ളതായതുകൊണ്ട് എനിക്കൊരു പേടി, ഇനിയിപ്പോൾ ഇതെന്താണോന്ന് വെച്ചിട്ട്, അതുകൊണ്ട് ഞങ്ങളെ കാണിക്കണത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കല്ലേ. അപ്പോൾ ഇതാ ഞാനിത് പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ട് പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഇത് കണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണിച്ചിട്ടോ. നല്ല രസമുള്ള കോട്ടാണ്. ഞാൻ ഈ കോട്ടൻ്റെ ഒരു റിവ്യൂ ഷോർട്ടായിട്ട് ഇടണ്ട കേട്ടോ എൻ്റെ ചാനലിൽ. മഴ പെയ്യുമ്പോൾ അപ്പോഴാണ് ഈ കോട്ടൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ. ഈ ഒരു കോട്ട ഞാൻ കുറേ ആയി വാങ്ങണം എന്ന് വിചാരിക്കണം. അങ്ങനെ ഞാൻ അൽഹംദുലില്ലാഹ് ഇത് ഞാൻ വാങ്ങി. കണ്ടാണ് നല്ല രസമാണ്. ഇത് നമ്മൾ മഴ കൊണ്ട് പോകുമ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിന് മഴ പെയ്യണ സമയത്ത് ഇതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ കുടേൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നല്ല രസമാണ്. ഞാനത് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ ഈ കുടേൻ്റെ തന്നെ ഒരു ഷോട്ട് ഞാൻ വിടണ്ട് റീലാക്കിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ഭംഗി എത്രത്തോളം ഉണ്ട്. നിങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ട് വാങ്ങിയ കുടയാണിത് കേട്ടോ. അപ്പോൾ എന്താണ്, മഴ പെയ്യുമ്പോൾ ശരിക്കും ഇതിനെ ഭംഗി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കുടക്ക് അതിനകത്തൊന്നും ആയിട്ടില്ല കേട്ടോ. ഞാൻ മീഷോയിലും അതുപോലെ ആമസോണിലൊക്കെ നോക്കിയാൽ നല്ല റേറ്റ് ഉണ്ട്. 400ക്കാണ് ആമസോണിൽ കാണിച്ചത്. മീഷോയിലും നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് ഒരു നല്ലൊരു കുറഞ്ഞ വിലക്ക് കിട്ടുന്നൊരു വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ അത് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത പ്രോഡക്റ്റ് കാണിച്ചുതരാം. അടുത്ത പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ. ഇത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഉടുപ്പിന് പകരം ഞാനിത് റിട്ടേൺ ആക്കുമെന്ന്. ഞാൻ എക്സ്ചേഞ്ച് കൊടുത്തിട്ട് വാങ്ങിയതാണ് കേട്ടോ. റിട്ടേൺ മറ്റേത് കൊടുത്തിട്ട് അത് നമുക്ക് പിക്കപ്പ് ആവുന്ന അന്ന് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് റിസീവ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയിൽ ഒരു സർഫ് കളർ ഉടുപ്പിന് പകരം ഞാൻ ഇത് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇതല്ല രസം, ഓഫ് വൈറ്റല്ല രസം. ഞാൻ അതിൻ്റെ പിക്ചർ കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ അമ്പർലാൻ്റെ ഒക്കെ പിക്ചർ കൊടുക്കുക. അപ്പോൾ നല്ല രസമല്ലേ ഈ ഒരു ഉടുപ്പ്. നല്ല ഇട്ടെടുത്താലും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. മോളില്ലാത്ത സമയത്താണ് ഞാനിത് വീഡിയോസ് എടുത്തതും. മറ്റേത് മോളാണത് പൊട്ടിച്ചിട്ടുള്ള ഞാൻ വീഡിയോ എടുക്കലാട്ടോ. പക്ഷെ ഇന്നിപ്പോൾ മോളില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ സ്വയം എല്ലാം ചെയ്തിട്ടാണ്. വീഡിയോ എഡിറ്റ് ചെയ്യാൻ തന്നെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഉടുപ്പ്. നല്ല രസമുണ്ട് കേട്ടോ ഉടുപ്പ്. മറ്റേ സർഫിനും കാട്ടി രസം തോന്നുന്നത് ഈ ഒരു ഉടുപ്പിലാട്ടോ. ഒക്കെ ഇട്ടിട്ടും മാച്ച് ഇതാണ് കേട്ടോ, ഈ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായത് ഈ ഒരു കളറാണ്, മറ്റേനും കാട്ടി സർഫിനും കാട്ടി. ഞാനത് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയിക്കരം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വീഡിയോസിനൊക്കെ നമ്മളിപ്പോൾ കയ്യിൽ കിട്ടുന്ന പ്രോഡക്റ്റ്, ഞാൻ വാങ്ങുന്ന പ്രോഡക്റ്റിനൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും കൂടി ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ ഉടുപ്പ്. ഇതിൻ്റെ താഴെ ഇങ്ങനെ വന്നിട്ടുള്ള ഒക്കെ നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ ഈ ഒരു ഉടുപ്പ്. താഴെ നിറയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് ഇതാണ്. ഇതൊരു ഇലക്ട്രിക്കിൻ്റെ നെയിൽ കട്ടറാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിന് നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതുമ്മൽ കേബിളൊക്കെ ഉണ്ട്, ചാർജ് ചെയ്യുന്ന USB കേബിളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇനി അഡാപ്റ്റർ ഇല്ല, അതുമ്പോൾ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ ഇത് ഒരു അയച്ചിട്ടുള്ളത്. അപ്പം ഞാൻ അത് കാണിച്ചിട്ട് അത് കണ്ടാണ് നിങ്ങളെ. ഇത് ഇനി അതിൻ്റെ സൗണ്ട് ഞങ്ങൾക്ക് കേൾപ്പിച്ചിട്ട് ഈ ഒരു ചാർജറിൻ്റെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ നെയിൽ ട്രിമ്മറിൻ്റെ ഒരു സൗണ്ട് ഉണ്ട്. അത് ഞങ്ങൾക്ക് കാണിച്ചിട്ട് ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്നൊന്നും നിങ്ങൾക്ക് അറിയൂല. ഇതിപ്പോൾ നമ്മൾ ഈ വയസ്സായവർക്കൊക്കെ നല്ല യൂസ്ഫുൾ, അതേപോലെ ചെറിയ കുഞ്ഞു മക്കൾക്കും. പക്ഷെ ഇതെങ്ങനെ മുറിക്കലെന്ന് എനിക്കറിയില്ല. മുറിക്കേണ്ട വീഡിയോ ഇനി ഞാനിത് പഠിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് തരണ്ട കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ അതിങ്ങനെ ഈ പവർ ബട്ടൺ നോക്കിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് കത്തിയിട്ടാ. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ ലൈറ്റ് കത്തണ അവിടെ നഖം വെച്ച് കൊടുത്തിട്ടാണ് തോന്നുന്നത് ഇത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ചെയ്യുക തോന്നുന്നു. എനിക്കറിയില്ല ഇതിൻ്റെ പ്രൊസീജിയറൊന്നും. ഞാൻ ഈ പെട്ടിമേൽ കുറച്ച് 3 പ്രൊസീജിയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചിട്ട് ഇങ്ങനെ ഈ കുറേ പ്രൊഡക്റ്റ് അതിൻ്റെ എങ്ങനെ ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ള, മലയാളത്തിലല്ല. ഇത് കണ്ടാണ് ഇങ്ങനെ 3 എണ്ണമായിട്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ മുറിക്കാമെന്ന് വിചാരിച്ചു.